ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം ഫ്രാൻസിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഡിമോളിഷൻ ഓഫ് ബാസ്റ്റീൽ പ്രിസൺ. ബാസ്റ്റീൽ ജയിലിൻ്റെ തകർച്ച. ശ്രദ്ധിച്ച് കേൾക്കുക. റവല്യൂഷണറീസ് സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി demolished the Bastille prison in 14th July 1789, the symbol of Bourbon monarchy. Women conducted a march with the slogan "Give us bread." ഒന്നുകൂടി പറയാം. Demolition of Bastille prison. Revolutionaries stormed with the slogan "Liberty, Equality and Fraternity." Demolished the Bastille prison in 14th July 1789, the symbol of Bourbon monarchy. Women conducted a march with the slogan "Give us bread." Then രണ്ടാമത്തെ സംഭവം ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 12 August 1789, the National Assembly passed the Declaration of the Rights of Man and of the Citizen. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 12 August 1789, the National Assembly passed the Declaration of the Rights of Man and the Citizen. September 1792, the new constitution proclaimed France as a republic. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ഏറ്റവും പ്രധാന സംഭവമായിരുന്നു ബാസ്റ്റീൽ ജയിലിൻ്റെ തകർച്ച. ഫ്രഞ്ച് സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റീൽ ജയിൽ 1789 ജൂലൈ മാസം 14 വിപ്ലവകാരികൾ തകർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിപ്ലവകാരികൾ 1789 ജൂലൈ മാസം 14 ബാസ്റ്റീൽ ജയിൽ തകർത്തു. ഫ്രഞ്ച് സ്വേച്ഛാധിപത്യത്തിൻ്റെ തകർച്ചയായിട്ടാണ് ബാസ്റ്റീൽ ജയിലിൻ്റെ തകർച്ച വിലയിരുത്തപ്പെടുന്നത്. ഫ്രഞ്ച് സ്വേച്ഛാധിപത്യത്തിൻ്റെ തകർച്ചയായിരുന്നു ഈ ജയിലിൻ്റെ തകർച്ചയോടുകൂടി സംഭവിച്ചത്. ഫ്രാൻസിൽ ഇന്നും ഈ ദിവസം, ബാസ്റ്റീൽ ജയിൽ തകർന്ന ദിവസം, ജൂലൈ മാസം 14 നാഷണൽ ഡേ ആയിട്ട്, ദേശീയ ദിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ബോർബൺ ഡൈനാസ്റ്റിയുടെ, ബോർബൺ മൊണാർക്കിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റീൽ ജയിൽ 1789 ജൂലൈ മാസം 14 വിപ്ലവകാരികൾ തകർത്തു. എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? എന്തായിരുന്നു അവരുടെ സ്ലോഗൻ? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. തുടർന്ന് ഞങ്ങൾക്ക് ബ്രെഡ് വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് സ്ത്രീകൾ പാരീസിൻ്റെ തെരുവിലൂടെ മാർച്ച് സംഘടിപ്പിച്ചു. അതിനുശേഷം 1789 ഓഗസ്റ്റ് മാസം 12 ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ആര് നടത്തുകയാണ്? ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി നടത്തുകയാണ്. തുടർന്ന് 1792 സെപ്റ്റംബർ മാസത്തിൽ പുതുതായി തയ്യാറാക്കിയ ഭരണഘടനയനുസരിച്ച് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1792 സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിനെ എന്തായാലും പ്രഖ്യാപിച്ചു? ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതോടുകൂടി ഫ്രാൻസിൽ എന്ത് ഭരണം അവസാനിച്ചു? സ്വേച്ഛാധിപത്യ രാജവാഴ്ച ഫ്രാൻസിൽ അവസാനിച്ചു. പുതിയൊരു ഭരണകൂടം എവിടെ അധികാരമേറ്റു? ഫ്രാൻസിൽ അധികാരമേറ്റു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ ദ റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഒരു 5 പോയിന്റുകളെങ്കിലും കാണാതെ പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാം. ത്രെറ്റൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ സ്വേച്ഛാധിപത്യ ഭരണം നടന്നിരുന്ന രാജാക്കന്മാരെ ഭയചകിതരാക്കിയ വിപ്ലവമായിരുന്നു ഏത്? ഫ്രഞ്ച് വിപ്ലവം. രണ്ടാമത്തെ പോയിന്റ്, ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്ക് ഫ്രഞ്ച് വിപ്ലവം സഹായമായി. 3, എമർജൻസ് ഓഫ് നാഷണലിസം. ദേശീയതയുടെ വളർച്ചയ്ക്ക് ഫ്രഞ്ച് വിപ്ലവം സഹായം നൽകിയിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവർണിറ്റി ആൻഡ് എൻഡ് ഓഫ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്കും ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയത്തിൻ്റെ ഉയർച്ചയ്ക്കും ഫ്രഞ്ച് വിപ്ലവം കാരണമായി. സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻ. പിന്നീട് നടന്ന എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനമായത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ചോദിച്ചാൽ റിസൾട്ട് നമ്മൾ എഴുതേണ്ടതാണ്. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെ മറ്റ് സ്വേച്ഛാധിപത്യ ഭരണാധികാരികളെല്ലാം ഭയപ്പെടുത്തി, മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചു, ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു, ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി, ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി,
പിന്നീട് ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനമായത് ഏത് വിപ്ലവമായിരുന്നു? ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ഒന്നുകൂടി പറയാം. റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ത്രെട്ടൺ ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഇൻ യൂറോപ്പ്, ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്, എമർജൻസ് ഓഫ് നാഷണലിസം, contributed to the concept of people's sovereignty, end of the feudal system in Europe, stimulated all the later revolutions. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഫ്രാൻസിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഏത്? ബാസ്റ്റീൽ ജയിലിൻ്റെ തകർച്ച. എന്നാ ബാസ്റ്റീൽ ജയിൽ തകർന്നത്? 1789 ജൂലൈ മാസം 14 വിപ്ലവകാരികൾ എന്ത് തകർത്തു? ബാസ്റ്റീൽ ജയിൽ തകർത്തു. എന്തായിരുന്നു അവരുടെ സ്ലോഗൻ? എന്തായിരുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന ആശയമായിരുന്നു അത്. ഏത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തി വന്ന വിപ്ലവകാരികൾ 1789 ജൂലൈ മാസം 14 ബാസ്റ്റീൽ ജയിൽ തകർത്തു. രണ്ടാമത്തെ പ്രധാന സംഭവമായിരുന്നു ഏത്? ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. ഏതാ വർഷം? 1789 ഓഗസ്റ്റ് മാസം 12 നാഷണൽ അസംബ്ലി, ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ത് ചെയ്തു? നടത്തി. 1792 സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിന് എന്തായിട്ട് പ്രഖ്യാപിച്ചു? പുതിയ ഭരണഘടന ഫ്രാൻസിന് ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഏത്? റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഏതെങ്കിലും ഒരു 4 പോയിന്റുകൾ എന്തേ കാണാതെ പഠിച്ചോളാം. ഒന്നും കൂടി ഞാൻ പറയാം. ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഇൻ യൂറോപ്പ്, ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്, എമർജൻസ് ഓഫ് നാഷണലിസം, contributed to the concept of people's sovereignty, end of the feudal system in Europe, stimulated all the later revolution. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന നെപ്പോളിയൻ ബോണോപാർട്ടിനെ കുറിച്ചാണ്. നെപ്പോളിയൻ ബോണോപാർട്ടിനെ കുറിച്ചാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ആര്? നെപ്പോളിയൻ ബോണോപാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ആര്? നെപ്പോളിയൻ ബോണോപാർട്ട്. 1799 ഇദ്ദേഹം ഫ്രാൻസിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. ഇദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക് റൂളർ ആയിരുന്നു, അല്ലെങ്കിൽ സ്വച്ഛാധിപത്യ ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഫ്രാൻസിൽ നിരവധി പരിഷ്കാരങ്ങൾ ആര് നടപ്പിലാക്കിയിട്ടുണ്ട്? നെപ്പോളിയൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ ഭയചകിതരായ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ബ്രിട്ടൻ്റെ സഹായത്തോടെ, ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ 1815 വാട്ടർലൂ യുദ്ധത്തിൽ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. നമുക്ക് പഠിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ്. ഒന്ന്, നെപ്പോളിയൻ ഫ്രാൻസ് നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരിഷ്കാരമാണ് ഫാമേഴ്സ് വർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഫാമേഴ്സ് വർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. കൃഷിക്കാരെ കൃഷിഭൂമിൻ്റെ ഉടമസ്ഥരാക്കി മാറ്റിയത് ആരായിരുന്നു? നെപ്പോളിയൻ്റെ പരിഷ്കാരമാണ്. 2, എക്സൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. പുരോഹിതന്മാരെ അല്ലെങ്കിൽ പള്ളിയെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിലാക്കിയ ആര്? നെപ്പോളിയൻ. ഫോംഡ് സിങ്കിങ് ഫണ്ട് ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം ഒഴിവാക്കാനായി ഒരു സിങ്കിങ് ഫണ്ട് ആര് രൂപീകരിച്ചു? നെപ്പോളിയൻ്റെ കാലത്ത് രൂപീകരിച്ചു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന ഒരു ദേശീയ ബാങ്കും ആര് സ്ഥാപിച്ചു? നെപ്പോളിയൻ സ്ഥാപിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗതത്തിന് വേണ്ടി നിരവധി റോഡുകൾ ആര് പണി കഴിപ്പിച്ചു? നെപ്പോളിയൻ പണി കഴിപ്പിച്ചു. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള നിയമങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ സംഹിതയും ആര് എഴുതി തയ്യാറാക്കി? നെപ്പോളിയൻ എഴുതി തയ്യാറാക്കി. ഇതാണ് നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ. ഒന്നുകൂടി പറയാം. കൃഷിഭൂമിൻ്റെ ഉടമസ്ഥന്മാരാക്കിയിട്ട് ആരെ മാറ്റി? കർഷകരെ മാറ്റി. പുരോഹിതന്മാരെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ ആക്കി. പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിരവധി റോഡുകൾ നിർമ്മിച്ചു. ഒരു പുതിയ നിയമ സംഹിത എഴുതി തയ്യാറാക്കി? നെപ്പോളിയൻ്റെ കാലത്ത് എഴുതി തയ്യാറാക്കി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നെപ്പോളിയൻ ബോണപ്പാർട്ട്. റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നെപ്പോളിയൻ. ഒന്നിതാണ് ഫാമേഴ്സ് വർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, എക്സൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, ഫോംഡ് സിങ്കിങ് ഫണ്ട് ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്, എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് എക്സിസ്റ്റിംഗ് ലോസ്. ഇനി പറയണ്ടല്ലോ. ഇതോടുകൂടി ഇനി നമ്മളിതിൽ ബാക്കി നമ്മൾ പറഞ്ഞ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നെപ്പോളിയൻ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിലും നടപടികളിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയചകിതരായിരുന്നു. അവർ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ചു.
അവർ ഫ്രാൻസിനെതിരെ യുദ്ധം നയിച്ചു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ അവർ നെപ്പോളിയനെ പരാജയപ്പെടുത്തി. ഇതുവരെയാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പാഠഭാഗത്ത് അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ക്ലാസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അമേരിക്കൻ റവല്യൂഷൻ. ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ഈ ഭാഗം ഞാനിത് അയച്ചു തന്നു കഴിഞ്ഞ ഉടനെ ഈ ചാപ്റ്റർ കേട്ട് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ.